ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ഓൺലൈനിലൂടെ എടുക്കാമെന്നൊരു വീഡിയോ മാർച്ച് മാസത്തിൽ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളിലും ഈ അടുത്ത് IRDA മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പേരെങ്കിലും നിങ്ങൾ വാർത്തയിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ മാറ്റങ്ങളിൽ കുറച്ചൊക്കെ നമുക്ക് ഗുണകരമാണ്. അതേസമയം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ചാർജ് വരുന്ന മാസങ്ങളിൽ ഒരു 15% വർദ്ധിക്കാൻ അത് കാരണവുമാകും. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. നിങ്ങളൊരു ഏജന്റിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്ന അതേ ഹെൽത്ത് ഇൻഷുറൻസ് അതേ കമ്പനിയുടെ തന്നെ നമുക്ക് ഓൺലൈനിലൂടെ വൻ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാൻ സാധിക്കും. അതിനുള്ള ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട്. നമ്മുടെ ഈ ഒരു IRDAയുടെ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഏറ്റവും ഗുണമുണ്ടാകുന്നത് കുറച്ച് പ്രായം കൂടിയ വ്യക്തികൾക്കാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കാൻ വൻ തുക ആവശ്യമായതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം വയസ്സായ ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട്. ഈ വയസ്സായ ആളുകളുടെ കാര്യം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കമ്പനികൾ കൈ നീട്ടി സ്വീകരിക്കും, നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് തരും. എന്നാൽ ഒരു 65 വയസ്സ് കഴിഞ്ഞ ആൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ തരില്ല. അതേസമയം മുൻപേ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് 65 വയസ്സിന് ശേഷവും റിന്യൂ ചെയ്ത് തരും. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ഏത് വയസ്സായ ആൾക്കും, അത് 65 കഴിഞ്ഞ ആൾക്കായാലും 85 കഴിഞ്ഞ ആൾക്കായാലും ഹെൽത്ത് ഇൻഷുറൻസ് നൽകിയേ പറ്റൂ. അപ്പോൾ പുതിയ നിയമം അനുസരിച്ചിട്ട് എത്ര പ്രായം കൂടിയവർക്കും ഇനി മുതൽ ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കും. അപ്പോൾ അത് പ്രായം കൂടിയവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു നിയമം തന്നെയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചവർക്കറിയാം, മിക്ക കമ്പനികളും നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾക്ക് ക്ലെയിം തരാതിരിക്കുക, അതായത് കവറേജ് തരാതിരിക്കുകയോ അല്ലെങ്കിൽ 4 വർഷത്തിന് ശേഷം മാത്രം ഇത്തരം അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് നമ്മളെ ക്ലെയിം ചെയ്യാൻ അനുവദിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അവിടെയും ഒരു സുപ്രധാനമായിട്ടുള്ള മാറ്റം IRDA അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി മുതൽ 4 വർഷം എന്നത് ചുരുക്കി 3 വർഷമാക്കിയിട്ടുണ്ട്. നമുക്ക് 3 വർഷത്തിന് ശേഷം ഇത്തരത്തിലുള്ള നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ മറ്റൊരു മാറ്റം കൂടി കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനിയോട് നമുക്ക് എന്തൊക്കെ നിലവിൽ അസുഖങ്ങളുണ്ട് എന്ന് വെളിപ്പെടുത്താറുണ്ട്. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അത്തരത്തിൽ വെളിപ്പെടുത്താതിരിക്കുകയോ അല്ലെങ്കിൽ വിട്ടുപോവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലെയിം വരുന്ന സമയത്ത് കമ്പനി നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാണ് പതിവ്. എന്നാൽ ഇനി മുതൽ പോളിസി എടുക്കുന്ന സമയത്ത് പോളിസി ഉടമ വെളിപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ആ ഒരു വ്യക്തി തുടർച്ചയായിട്ട് 3 വർഷം ഇൻഷുറൻസ് റിന്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് കറക്റ്റായിട്ടാണ് അയാൾ റിന്യൂ ചെയ്ത് പോകുന്നതെങ്കിൽ അയാൾക്ക് നിലവിലുള്ള അസുഖത്തിനാണ് അയാൾ ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അയാളുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ ഇനി സാധ്യമല്ല. അപ്പോൾ ഇതും നമ്മളെ സംബന്ധിച്ച് വളരെ ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷേ ഇവിടെ കമ്പനികൾക്ക് ഇത്തരത്തിൽ റിസ്ക് കൂടുന്നത് കൊണ്ട് തന്നെ, അതായത് ഒന്ന് പ്രായം കൂടിയവർക്ക് ഇൻഷുറൻസ് കൊടുക്കണം, പ്രായം കൂടിയവർക്കാണ് കൂടുതൽ നമുക്ക് റിസ്ക് വരിക അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ കമ്പനികൾക്ക് ഭാരം കൂടുന്നത് കൊണ്ട് തന്നെ വരുന്ന 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ 15% ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിൽ വർധന വരും. ഈ പ്രീമിയം തന്നെ നമുക്ക് മന്ത്ലി ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യവും ഇപ്പോൾ കമ്പനികൾ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കൂടി ചെയ്യണമെന്ന് ഇവിടെ IRDA ഈ അടുത്ത് അവിടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ കൂടി തന്നെ ഇൻഷുറൻസ് കമ്പനികളുടെ മേൽ നല്ലൊരു ഭാരം കൂടുതൽ ഏൽപ്പിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും വയസ്സ് കൂടിയവർക്ക് ഇൻഷുറൻസ് കവറേജ് നൽകണമെന്ന്. കാരണം അവരെ സംബന്ധിച്ചത് വളരെ റിസ്ക് കൂടിയൊരു കാര്യമാണ് നമുക്കറിയാം അല്ലേ. പ്രായം കൂടിയവർക്കാണ് എപ്പോഴും റിസ്ക് കൂടുക. പിന്നെ അതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നിലവിലുള്ള അസുഖമായിരുന്നു എന്നും പറഞ്ഞിട്ട് പോളിസിക്ക് ക്ലെയിം വരുമ്പോൾ അത് റിജക്റ്റ് ചെയ്യാനും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാരം നികത്താനായിട്ട് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ വരുന്ന 2 മാസത്തിനുള്ളിൽ തന്നെ പ്രീമിയത്തിൽ ഒരു 15% വർധന നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചിരുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, അന്നത്തേക്കാൾ 25 മുതൽ 40% വരെ പ്രീമിയത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അത്രയധികം വർധന വന്നു കഴിഞ്ഞു. വീണ്ടുമാണ് 15% വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്തിടുക. എന്തായാലും ഓൺലൈനിലാകുമ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ജസ്റ്റ് വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണ് ഓൺലൈനിലൂടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതെന്ന്. ആ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നൽകേണ്ടത്. അപ്പോൾ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ആദ്യമായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നത് മെയിലിനാണോ ഫീമെയിലിനാണോ എന്ന് ചോദിക്കും. പിന്നെ ആർക്കാണ് എടുക്കുന്നതെന്ന് ചോദിക്കും. ഉചിതമായത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ അമർത്തി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മുടെ വയസ്സ് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ അമർത്തുക. അടുത്തത് നമ്മുടെ സിറ്റി സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പിൻകോഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ കാണിക്കുന്ന ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അടുത്ത് നമ്മൾ കണ്ടിന്യൂ അമർത്തി തുറന്ന് നിങ്ങളുടെ പേര് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ശേഷം ഫോൺ നമ്പറും എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ അമർത്തുക. ഇനി നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയാണ് ചോദിക്കുക. ഏതെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ, തൈറോയിഡ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ 100% നമ്മൾ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ മാത്രം ഉത്തരം നൽകുക. ശേഷം നമ്മൾ വ്യൂ പ്ലാൻസ് എന്ന് അമർത്തുക. ഇപ്പോൾ നിരവധി ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ നമുക്കിവിടെ ഇതുപോലെ കാണിച്ചു തരും.
ഇതിനെല്ലാം മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് പരിഗണന നൽകിക്കൊണ്ട് ഫിൽറ്റർ ചെയ്യാൻ സൗകര്യമുണ്ട്. എത്ര രൂപയുടെ കവറേജ് വേണം, റൂം റെൻറ്റ് ഏത് ടൈപ്പ് ആയിരിക്കണം, നോ ക്ലെയിം ബോണസ് ഉള്ളതായിരിക്കണോ, ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഉള്ളതായിരിക്കണോ, നിലവിലുള്ള പ്ലാൻ പോർട്ട് ചെയ്യാനാണോ, നിലവിലുള്ള അസുഖങ്ങൾക്ക് ഒരു വർഷത്തിന് ശേഷമാണോ കവറേജ് ലഭിക്കേണ്ടത്, പോളിസി പീരീഡ്, കമ്പനി, ഇതൊക്കെ നമുക്കിവിടെ ഇതുപോലെ ഫിൽറ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന റിസൾട്ടുകളിൽ ഓരോന്നിലും അവിടെ വ്യൂ ഓൾ ഫീച്ചേഴ്സ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഷുറൻസിൻ്റെ പ്രത്യേകതകളും ആ ഇൻഷുറൻസ് കമ്പനിയുടെ പെർഫോമൻസും ഒക്കെ നമുക്കറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് എന്തിനൊക്കെ കവറേജ് ഉണ്ടായിരിക്കും, എന്തിനൊക്കെ തരില്ല, വെയിറ്റിംഗ് പീരീഡ് എന്താണ്, എക്സ്ട്രാ ഫീച്ചേഴ്സ്, ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ സിറ്റിയിൽ ഏതൊക്കെ ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ക്ലെയിം തരുമെന്നും സാധാരണയായിട്ട് ആളുകൾക്ക് തോന്നുന്ന സംശയങ്ങളും ഉത്തരങ്ങളൊക്കെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലെയിം പ്രോസസ്സിനെ കുറിച്ച് നമുക്കിവിടെ വിശദമായിട്ട് അറിയാൻ സാധിക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡ് ടു ബൈ എന്ന് അമർത്താം. ഇത് അമർത്തി കഴിയുമ്പോൾ നമ്മുടെ എത്ര ലക്ഷം രൂപയുടെ കവറേജ് വേണം, പിന്നെ റൈഡേഴ്സ് അഥവാ ആഡ് ഓൺസ്, അത് എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും. നിസ്സാര കാശ കൊടുത്തു കഴിഞ്ഞാൽ ചില നല്ല ആഡ് ഓൺസ് നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ശേഷം പ്രൊസീഡ് ടു പ്രൊപ്പോസൽ എന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങളെ പറ്റിയുള്ള വിവരങ്ങളിവിടെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഫോം കാണാം. അത് കൃത്യമായി ഫില്ല് ചെയ്തിട്ട് കണ്ടിന്യൂ അമർത്തുക. പിന്നെ പാൻ നമ്പർ ഉണ്ടെങ്കിൽ അത്, നിങ്ങളുടെ വെയിറ്റ്, ഹൈറ്റ് ഒക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ അമർത്തിയിട്ട് ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്തിട്ട് അടുത്തായിട്ട് അവർ ചോദിക്കുന്ന പുക വലിക്കുമോ, അതുപോലെ ബ്ലഡ് പ്രഷർ ലോയോ ഹൈയോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതൊക്കെ കൃത്യമായിട്ട് യെസ് ഓർ നോ നമ്മൾ സെലക്ട് ചെയ്യണം. 100% സത്യസന്ധമായിട്ടുള്ള ഉത്തരം മാത്രം അവിടെ സെലക്ട് ചെയ്യാവൂ കേട്ടോ. ഇനി നമ്മൾ കണ്ടിന്യൂ അമർത്തിയിട്ട് ഒരു നോമിനിയുടെ പേരും അവരുമായിട്ടുള്ള ബന്ധമൊക്കെ നൽകിയിട്ട് റിവ്യൂ ആൻഡ് പേ എന്ന് അമർത്തുക. ഇപ്പോൾ ചോദിക്കുന്ന ഡിക്ലറേഷൻ അത് 2 നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ആ ഒരു വിവരങ്ങൾ നമ്മൾ നൽകിയതൊക്കെ ഇവിടെ കാണിക്കും. താഴെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് അമർത്തി കഴിഞ്ഞാൽ നിരവധി പേയ്മെൻറ്റ് മെത്തേഡുകൾ കാണിക്കും. അത് ഉപയോഗിച്ച് നമ്മൾ സാധാരണ പേയ്മെൻറ്റ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് നൽകാം. പേയ്മെൻറ്റ് നൽകി കഴിയുമ്പോൾ നമുക്കൊരു OTP വരും. ആ ഒരു OTP നമ്മളവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. അതായത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ്, ID പ്രൂഫ്, അത് നമ്മൾ ലൈസൻസ് അല്ലെങ്കിൽ നമുക്ക് ആധാറൊക്കെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് അപ്ലോഡ് ചെയ്ത ശേഷം താഴെ ടിക്ക് ഇട്ടിട്ട് അപ്ലോഡ് KYC ഡോക്യുമെൻറ്റ്സ് എന്ന് പ്രസ് ചെയ്താൽ നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജിനുള്ള അപേക്ഷ സബ്മിറ്റ് ആയി കഴിഞ്ഞു. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മളെപ്പോഴും ചെറുപ്രായത്തിൽ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചെറുപ്രായത്തിൽ നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറവാണ്, അതായത് റിസ്ക് കുറവാണ് ഇൻഷുറൻസ് കമ്പനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം കുറവായിരിക്കും പ്രീമിയം. മാത്രമല്ല നമ്മൾ റിന്യൂ ചെയ്യുന്ന സമയത്തും ആ ഒരു പ്രീമിയം വർധന കാര്യമായിട്ട് ചെറുപ്പക്കാർക്ക് വരാറില്ല. അതേസമയം പ്രായം കൂടിയവർക്ക് നല്ല രീതിയിലുള്ള വർധന വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിടുക. ഈ പറഞ്ഞ ഒരു 5 ലക്ഷത്തിൻ്റെങ്കിലും കവറേജ് ഒക്കെ ഇന്ന് ആവശ്യമാണ്. നമുക്കറിയാലോ ഒരു ഹോസ്പിറ്റലിൽ പോയാലത്തെ ചിലവ് എത്രയായിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങളുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ട് എന്തായാലും എടുത്തിടുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയും ഇപ്പോൾ IRDA വരുത്തിയ മാറ്റങ്ങളും എന്തായാലും പല ആളുകൾക്കും ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.